ആതിരപ്പള്ളിയുടെ ഭംഗി കാണുമ്പോൾ താഴെ തന്നെ പോകണം. താഴെ പോകാതെ ഒരു കാര്യമില്ല. എൻ്റെ കാല് ചെളി ചവിട്ടി അതിൻ്റെ അകത്ത് ഉരുളുള്ളൂ കൂത്താടി. എന്തായാലും അപ്പോൾ എൻ്റെ കാല് കഴിയേ പറ്റും. അകപ്പടെ പെട്ടു കഴിഞ്ഞാൽ. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലാണ് ഇപ്പോൾ എത്തിയത് വെച്ചാൽ ഇവിടെ വിശേഷങ്ങൾ പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് രസകരമാണ് ഇവിടുത്തെ ഒരു കാഴ്ചകളെന്ന്. ചെന്ന് കയറിയ സമയത്താണെങ്കിൽ ഞങ്ങൾക്കൊരു 25 രൂപ എൻട്രി പാസ് ഉണ്ടായിരുന്നു. പാസ് കൊടുത്ത് അകത്ത് കയറി ബാഗെല്ലാം വെക്കാൻ വേണ്ടി 10 രൂപ അവർ വാങ്ങിച്ചാണ് ബാഗെല്ലാം വെച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് പോയ സമയത്ത് പോകുന്ന വഴിയിലെല്ലാം കുരങ്ങന്മാരുകളാണ്. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ഈ പ്ലാസ്റ്റിക്കുകളും മറ്റുള്ള സംഭവങ്ങളൊന്നും ഈ പരിസരത്ത് ഇടരുതെന്ന് പറഞ്ഞിട്ട് ആരും കേട്ടിട്ടില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ കുരങ്ങന്മാരൊക്കെ ഈ പ്ലാസ്റ്റിക് എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒരാൾക്കാർ വരുന്നത് കണ്ട് കഴിഞ്ഞാൽ ശരി ചത്തു പോകും. കാര്യം ഇറങ്ങിയിട്ട് കയറി വരാൻ നല്ല പാടാണ്. ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നുണ്ട്. എനിക്ക് ഇത്രയും ദൂരം ഉണ്ടെന്ന്. ഏകദേശം മെയിൻ ഗേറ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ എന്തോ ഉണ്ട് ആതിരപ്പള്ളി ഈ വാട്ടർഫാൾസിലോട്ട് നമുക്ക് നടന്നു പോകാൻ വേണ്ടി. ചെന്നിറങ്ങുന്നത് ഫസ്റ്റ് കാണുന്ന ആ ഒരു വെള്ളം വീഴുന്ന ഒരു സ്ഥലത്താണ് പോകുന്നത്. ഇവിടെ സേഫാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വെള്ളക്കുറവായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ആൾക്കാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. നല്ല വെയിലായതുകൊണ്ട് അങ്ങോട്ട് പോകാനും ഒരു പേടിയാണ്. നടന്ന് സൈഡ് മൊത്തവും അവർ ഇലക്ട്രിക് ലൈൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ആനയോ അങ്ങനത്തെ എന്തെങ്കിലും ശല്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ചെയ്തിരിക്കുന്നത്. ചെന്ന് ഇറങ്ങിയപ്പോൾ കുളിക്കണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർ കുളിക്കാൻ സമ്മതിക്കത്തില്ല. അവിടെ ഗൈഡൊക്കെ ഉണ്ട്. ആ ചെറിയൊരു ടെൻറ്റ് പോലത്തെ സ്ഥലത്ത് ഗൈഡ് മറ്റുള്ളവരൊക്കെ അവിടെ നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറങ്ങരുത്, ഡേഞ്ചറാണ്. കാര്യം നമ്മളിപ്പോൾ ഇറങ്ങി എന്തെങ്കിലും സംഭവിച്ചാൽ നേരെ താഴെ പോകും. ഏഷ്യയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ഈ പറയുന്ന ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഞങ്ങളിപ്പോൾ ഇതൊരു സൺഡേസിലായതുകൊണ്ട് അധികം തിരക്കുകളില്ലായിരുന്നു. തിരക്കുകളെന്ന് പറയാം, ഒരു മൺഡേ സമയം ആയതുകൊണ്ട് സ്കൂളൊക്കെ തുറന്ന സമയമാണ്. പക്ഷേ ഇവിടെ നിന്ന് മുകളിലോട്ട് തന്നെ പോകാം. മുകളിലോട്ട് പോയിട്ട് ഇനി താഴെ ഇറങ്ങണം. താഴെ ഇറങ്ങാൻ കുറച്ച് തമാശ. കാര്യം എന്ന് വെച്ചാൽ മൊത്തം കല്ല് നിറഞ്ഞ വഴിയാണ് അങ്ങോട്ട് പോണത്. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കുറച്ച് വിഷയങ്ങൾ കാണിക്കാനുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ ഷൂ ഒന്ന് വെള്ളത്തിൽ വീണു, കാലൊക്കെ ഒന്ന് മുങ്ങിയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനൊരു മടി. ആടി മൊത്തം കുളമായതാണ് വഴി കൂടെ പോകുമ്പോൾ. കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് മനോഹരമാണ്. ഈ ഒരു കാഴ്ചകളെന്ന് പറയുമ്പോൾ മൊത്തം കല്ല് പാകിയ ഒരു വഴിയായതുകൊണ്ട് നമുക്ക് ഈ മുള വെച്ചാണ് അവർ ഫുള്ളും വേലിയും തീർത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളേത് ഇറങ്ങിപ്പോൾ. പക്ഷെ നോക്കി തന്നെ പോകണം. കല്ല് തട്ടാൻ ചാൻസ് കൂടുതലാണ്. 2-3 പ്രാവശ്യം കല്ലൊക്കെ തട്ടിയായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് അത്രയും കാഴ്ചകളുണ്ട്. ഇഷ്ടം പോലെ ഈ കുരങ്ങന്മാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കുറച്ച് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പോയപ്പോൾ പറയാൻ പറ്റത്തില്ല, ആദ്യമായിട്ട് കണ്ടൊരു ഫീല് നമുക്ക് അവിടെ പോയി ഉറപ്പായിട്ട് കിട്ടും. കണ്ടില്ലേ, ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീല് ആതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടത്തിൽ ഒരു രക്ഷയില്ല. നമുക്ക് അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് അത് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് വെള്ളം നമ്മളെ ദേഹത്തൊന്നും ഇരുന്ന് ഇങ്ങനെ അടുത്തോട്ട് പോകുമ്പോൾ ഇവിടെ പോകാൻ വേണ്ടി അവർ ഓരോ സ്ഥലത്തും വഴി വെച്ചിട്ടുണ്ട്. വഴി വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 സ്ഥലങ്ങളുണ്ട് പോകാൻ വേണ്ടി. അപ്പം ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം നമ്മളത് നോക്കിയാണ് പോയത്. പോയ സമയത്ത് ഇഷ്ടംപോലെ വിദേശികളാണ് വരുന്നത് ഇവിടെ. കൂടുതലും അവർ ഇവിടെ വന്ന് ഏകദേശം 1 മണിക്കൂറോളം ഇരുന്നിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ സമയം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാനുള്ള പ്ലാനായിരുന്നു. പോയ സമയത്ത് കണ്ടില്ലേ, 3 സ്ഥലത്തിലാണ് വെള്ളം വരുന്നത്. ഏറ്റവും ഫോഴ്സ് കൂടിയത് ആ ഭാഗത്താണ്. അവിടെ അവർ വേലി കെട്ടിയിട്ടുണ്ട്, അതിനപ്പുറം പോകരുത്, ഡേഞ്ചറാണ്, ആഴം കൂടുതലാണ്.
ഇവിടെ കല്ലുകളൊക്കെ ചവിട്ടി അങ്ങ് പാടാണ് അങ്ങോട്ട് എത്താൻ വേണ്ടി. കാര്യം ഫോൺ പിടിക്കണം, പിന്നെ എല്ലാം കൂടെ ഒന്ന് കെയർ ചെയ്യാൻ പാടാണ്. കാര്യം നമ്മൾ കൈകളും ചാടുന്ന സമയത്ത് തെറ്റിക്കഴിഞ്ഞാൽ നേരെ അങ്ങ് താഴെ പോകും. കണ്ടില്ലേ വെള്ളം വീഴുന്ന കാണാൻ. ഒരു മത്സ്യം നമ്മൾ സ്പ്രേ വരുമ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. അത്രയും കിടിലൻ വെള്ളച്ചാട്ടമാണ്. ഇവിടെ ചുറ്റും പരന്ന് കിടക്കുകയാണ് വെള്ളം. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇത്ര അടുത്ത് പോകാൻ സമ്മതിച്ചില്ല അവർ. നമുക്ക് കുറച്ച് ദൂരെ നിന്നൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയത്. ഇത്രയും നിയറസ്റ്റ് വരാൻ പറ്റിയത് ഇപ്പോഴാണ്. കാര്യം ഇപ്പോൾ നല്ല വെള്ളം കുറഞ്ഞ സമയത്താണ് ഞങ്ങൾ പോയത്. കണ്ടില്ലേ വെള്ളം വളരെ കുറവാണ്. അപ്പോൾ ഒരുപാട് ഇഷ്ടമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഞാനത് കാണിച്ച് എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആതിരപ്പള്ളിയിലെ വിശേഷങ്ങളെന്ന് പറഞ്ഞാൽ ഇനി തീരുന്നില്ല. അപ്പോൾ ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ആതിരപ്പള്ളിയെക്കുറിച്ച്. ചാലക്കുടിയിൽ ജസ്റ്റ് ഒരു 36 കിലോമീറ്ററാണ് ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലോട്ട് വരാൻ വേണ്ടി. ഏകദേശം നല്ല ഫോറസ്റ്റിൻ്റെ അകത്തുള്ള യാത്രയായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ട്രാഫിക്കൊന്നും ഇല്ലാതെയാണ് നമ്മൾ എത്തിയത്.